നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്പേഴ്സിന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിക്കൊണ്ടിരിക്കുകയാണ്. 80% നമ്മൾ സെക്കൻഡ് ഡിവിഷനിലേക്ക് പോകുന്നുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ബാണ്ടൊക്കെ കെട്ടി എല്ലാവരും തയ്യാറെടുക്കുന്ന തിരക്കിലാണ്. നമ്മുടെ പ്ലേയേഴ്സ് എസ്പെഷ്യലി ഡിഫൻഡേഴ്സിന്റെ മടല് വെട്ടിട്ട് നടുംപുറത്ത് അടിക്കേണ്ട സിറ്റുവേഷനാണ്. ഈ ബ്രെയിൻഡൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലും വിവരമുള്ള പ്ലേയേഴ്സ് ആയിരിക്കും. റൊമേറോ ലീഡറാണ്, തേങ്ങയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ ഡിഫൻഡറായിട്ട് കൊണ്ടുവന്നു. പുള്ളി 5 മാച്ച് സസ്പെൻഷൻ വാങ്ങിയിട്ട് പുറത്തിരിക്കുകയാണ്. അപ്പം വാൻഡവൻ ചെയ്യേണ്ടത് ഒരു മിനിമം കോമൺ സെൻസ് കളിക്കുക എന്നുള്ളതാണ്. പുള്ളി ലാസ്റ്റ് മാനെ കൈപിടിച്ച് വലിച്ച് ഫൗൾ ചെയ്യുന്നു, റെഡ് കാർഡ് വാങ്ങി പുറത്തു പോകുന്നു. ജയിച്ചിട്ടില്ലെങ്കിൽ ഒരു പോയിന്റെങ്കിലും കിട്ടുന്ന ഒരു മാച്ചായിരുന്നു. അത് കൊണ്ടുപോയി കൊളാക്കി എന്ന് പറഞ്ഞാൽ മതി. ക്രിസ്റ്റൽ പാലസ് അവസരം മുതലാക്കി. സാറ് പെനാൽറ്റി അടക്കം 2 ഗോളുകൾ, ലാർസന്റെ ഒരു ഗോള്, സൊളാങ്കി അടിച്ചിട്ടുള്ള ഒരു കോൺസലേഷൻ ഗോൾ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. ഈ സീസൺ തുടങ്ങിയിട്ട് ഈ വർഷത്തിൽ ഒരു മാച്ച് പോലും നമുക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ല. എടുത്തു പറയേണ്ടത് ഈ ടുഡോർ പുതിയ മാനേജറായിട്ട് വന്നതിന് ശേഷം പുള്ളി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പുള്ളിയെ കൊണ്ട് നടക്കുന്നില്ല. അതുപോലത്തെ പ്ലേയേഴ്സാണ് ഇപ്പോൾ ടോട്ടനാമിന്റെ സൈഡിലുള്ളത്. ഇപ്പോൾ റിയാലിറ്റി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഡിവിഷനിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പണി കിട്ടും. നിനക്കൊക്കെ പോയി ചത്തൂടെ? എന്നോട് എനിക്ക് വേറെ എന്തൊക്കെയോ പറയാൻ തോന്നുന്നുണ്ട്, പറയുന്നില്ല. ഈ ക്ലബിനെ വെച്ചിട്ട് പശുവിന്റെ പാല് കറക്കുന്ന പോലെ ഒരുപാട് ഉണ്ടാക്കിയില്ലേ, വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ എന്ന് നമ്മൾ ഫാൻസ് ചോദിക്കേണ്ടി വരും. അതുപോലുള്ള തെണ്ടിത്തരങ്ങളാണ് ഈ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം യൂറോപ്പ് ലീഗ് ജയിച്ചു. നമ്മൾ എന്താ പറയുന്നത്, ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അപ്പൊ പൈസ കിട്ടി എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. നമ്മളെന്നാ ചെയ്തത്, ബെണ്ടൻ ജോൺസനെ സെല്ല് ചെയ്തു. ഇപ്പോൾ ഷാബി സിമൻസിനെ കൊണ്ടുവന്നു. ഈ 1-2 പ്ലേയേഴ്സിനെ വാങ്ങിയെന്നല്ലാതെ ജനുവരിയിൽ ഒരൊറ്റ പ്ലേയേഴ്സിന് സൈൻ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാ? 12 പ്ലേയേഴ്സ് ഇഞ്ചുറി ആയിട്ട് പുറത്താണ്. അവർ വിചാരിച്ച് കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും തട്ടുമുട്ടി ഒരു ബോട്ടം 4 ഫിനിഷ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഡാനിയൽ ലീവി എന്ന് പറയുന്നത് പുള്ളി പോയപ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്യുക. പുള്ളിക്ക് കാര്യം മനസ്സിലായി, ഇത് മുങ്ങാൻ പോകുന്ന കപ്പലാണ്. പുള്ളി വേഗം പുള്ളിയുടെ പൈസയൊക്കെ വാങ്ങി സ്ഥലം വിട്ടു. അപ്പം തന്നെ കാര്യങ്ങൾ മണക്കുന്നുണ്ടായിരുന്നു. വിനയ്, എനിക്കൊക്കെ എന്നാ പറയുന്നുണ്ടല്ലോ, നിന്നൊക്കെ എന്താ പറയുന്നത്, കുണിച്ചു നിർത്തി കൂമ്പിനിടിച്ചിട്ട് അമ്പലപ്പറമ്പിലൂടെ 2 റൗണ്ട് ഓടിക്കണം. അതുപോലത്തെ കാര്യങ്ങളാണ് നീയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്പോർട്ടിംഗ് ഡയറക്ടർ പരസ്യച്ച് വന്നിട്ട് പുള്ളിയാണ് ആദ്യം പറഞ്ഞത് ടുഡോറിനെ കൊണ്ടുവരുന്നത്. എന്നിട്ട് അതിന് പകരം തോമസ് ഫ്രാങ്കിനെ കൊണ്ടുവന്നു. തോമസ് ഫ്രാങ്കിനെ സാക്ക് ചെയ്തിട്ട് ടുഡോറിനെ കൊണ്ടുവന്നു. ഇതുപോലുള്ള മണ്ടത്തരങ്ങളാണ് ഈ മോള് നിൽക്കുന്ന ക്നാപ്പന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെ കളി ജയിക്കും? അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ റിയാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു മേജർ സ്പോൺസർ, ഞാൻ വിചാരിക്കുന്ന AI ആയിരിക്കും. അവർ പറഞ്ഞു അടുത്ത സീസണിൽ നമുക്ക് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ താല്പര്യമില്ല. പോയോ? സമാധാനമായില്ല. എനിക്ക് വിചാരിച്ചിട്ടുണ്ടാവും അവിടുന്ന് കിട്ടുന്ന അടിച്ചു മാറ്റാം, ഇവിടുന്ന് കിട്ടുന്ന അടിച്ചു മാറ്റാം. ഇപ്പം മേജർ സ്പോൺസർ പോയി. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? എല്ലാ പ്ലേയേഴ്സും വേജ് കട്ട് എടുക്കും, അവരൊക്കെ വിട്ടിട്ട് പോകും. പ്ലേയേഴ്സ് ഇല്ല, കളി കാണാൻ ആൾക്കാർ പോവില്ല, സ്റ്റേഡിയം ഫുള്ളാവില്ല. പണി കിട്ടിയോ? 3 ബില്യൺ വാല്യുവേഷൻ വെച്ചിട്ട് ചുണ്ണാപ്പി ആക്കാന്നൊക്കെ വിചാരിച്ചിരുന്ന എല്ലാത്തിനും പണി കിട്ടിയിട്ടുണ്ട്. ഇനി 3 ബില്യൺ പോയിട്ട് 1 ബില്യൺ പോലും കിട്ടാൻ പോകുന്നില്ല. ഇത്രയ്ക്കും വിവരമില്ലാത്ത കുറെ ക്ലാപ്പന്മാരാണ് മോളിരിക്കുന്നത്. എന്ത് ചെയ്യാനാണ്? നമ്മളെപ്പോലെ കഷ്ടപ്പെട്ട് എന്താ പറയുന്നത്, നട്ടപ്പാതിരക്കും പൊളിച്ചൊക്കെ എണീച്ചിട്ട് കളി കാണുന്ന മണ്ടന്മാരായിട്ടുള്ള ഫാൻസുകൾക്ക് കിട്ടിയിട്ടുള്ള ഒരു വലിയ അടി തന്നെയാണിത്. ഇന്ന് 40 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹാഫ് ഓഫ് ദി സ്റ്റേഡിയം ഫാൻസ് സ്റ്റേഡിയം വിട്ടുപോയി. ഇതൊക്കെ അൺപ്രസിഡന്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. കാരണം ഇപ്പോൾ അവസാനത്തെ 10 മിനിറ്റ് ഒക്കെ നമ്മൾ എണീച്ച് പോകുന്ന കാണാറുണ്ട്. ഹാഫ് ടൈമിന് മുമ്പൊക്കെ പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ലബിന്റെ ഒരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ദിസ് ഈസ് കംപ്ലീറ്റ്ലി റോട്ടൺ. അകത്തായാലും പുറത്തായാലും ഒരു തരത്തിലും റിപ്പയർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. N70 കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊക്കെ സെല് ചെയ്തിട്ടുള്ള ഒരു ഡ്രീം എന്ന് പറയുന്നത്, പുതിയ സ്റ്റേഡിയം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റവന്യൂ കൂടും, ആൾക്കാർ കൂടുതൽ കാണാൻ വരും, കൂടുതൽ പാർട്ട്നേഴ്സ് വരും, കൂടുതൽ സ്പോൺസർഷിപ്പ് വരും, ഹാരി കെയ്നെ പോലുള്ള ഒരുപാട് പ്ലേയേഴ്സിനെ നമുക്ക് വാങ്ങാൻ പറ്റും. എന്ത് സംഭവിച്ചു? വി വെൻ ബാക്ക്വേർഡ്സ്. പൈസ ഉണ്ടായിട്ട് പോലും നമ്മൾ കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല പ്ലേയേഴ്സിനെ. ഒരു അംബീഷൻ കാണിക്കാത്ത ഒരേ ഒരു ക്ലബ് എന്ന് പറയുന്നത് ടോട്ടനം മാത്രമാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും പൈസ ഇല്ലാഞ്ഞിട്ടാണ്. അല്ല, ഇപ്പോൾ EPL നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദി വെൽ റൺ ക്ലബ്, പ്രോഫിറ്റബിൾ ക്ലബിന്റെ കൂട്ടത്തിൽ ടോട്ടനം ഉണ്ട്. അത് കഴിഞ്ഞ സീസൺ മാത്രമല്ല, നമ്മൾ ടോപ്പ് 4 ഫിനിഷ് ചെയ്ത ഓരോ സീസൺ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് എന്താണ് ഈ വട്ടന്മാർ കാണിച്ചു കൂട്ടിയത്?
നമ്മുടെ ഫാൻസിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു മാനേജറെ സാക്ക് ചെയ്ത് അടുത്ത മാനേജറെ കൊണ്ടുവരും. മൊറീഞ്ഞോ പോയപ്പോൾ കോണ്ടെ വന്നു, കോണ്ടെ പോയപ്പോൾ ന്യൂനോ വന്നപ്പോൾ തോമസ് ഫ്രാങ്കിനെ കൊണ്ടുവന്നു, പിന്നെ ടുഡോറെ കൊണ്ടുവന്നു. ഇതിങ്ങനെ കണ്ണിൽ പൊടിയിടുക എന്നല്ലാതെ പ്ലേയേഴ്സിന്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ 300-400 മില്യൺ ഓരോ ക്ലബ്ബുകൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം നമ്മളിവിടെ 50 മില്യൺ, 30 മില്യൺ, 40 മില്യൺ, 10 മില്യൺ ഒരു പ്ലെയറെ മേടിച്ചിട്ട് അത് ലോണിൽ കൊടുക്കുകയാണ്. എന്തിനാണ്? എന്നിട്ട് തിരിച്ചു വന്നിട്ട് ആ പ്ലെയറിനെ വേണ്ട. ഇങ്ങനെ എത്ര പ്ലേയേഴ്സിനെ നമ്മൾ വാങ്ങിയിട്ട് വേസ്റ്റ് ആയിട്ടുണ്ടെന്ന് പറയും. ഇതുപോലെ റിക്രൂട്ട്മെന്റ് മോശം, സ്പോർട്ടിംഗ് ഡയറക്ടർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. നമ്മുടെ ഓണർ ആണെങ്കിൽ പെനി പിഞ്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവൽ പെനി പിഞ്ചർ. പുള്ളിക്കാണെങ്കിൽ യാറ്റിൽ മലന്ന് കിടന്നുകൊണ്ട് തോറ്റു അത്രയേ ഉള്ളൂ. ഈ അമേരിക്കൻ ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ദേ ഡോണ്ട് കെയർ UK ഫുട്ബോൾ എന്താണെന്ന് അവർക്ക് അറിയുമെന്ന് അറിയില്ല. കാരണം എന്തോന്ന് അവിടെ നടക്കുന്നുണ്ട്, ഇവിടുത്തെ ഫുട്ബോൾ അല്ല ആ ഫുട്ബോൾ എന്നെങ്കിലും അവർക്ക് മനസ്സിലാവും. ഇവിടെ വേറൊരു NFL എന്ന് പറഞ്ഞ ഫുട്ബോൾ നടക്കുന്നുണ്ട്, അതായിരിക്കും എനിക്കിനൊക്കെ അറിയുന്ന ഫുട്ബോൾ. അതുപോലുള്ള അവസ്ഥയിലൂടെയാണ് നമ്മളെ ക്ലബ്ബ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സ്റ്റാർട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 29 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 29 പോയിന്റ്. തൊട്ട് പുറകിലായിട്ട് വെസ്റ്റ് ഹാം ഉണ്ട്, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഉണ്ട്. 1 പോയിന്റിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അടുത്തൊരു മാച്ച് കൂടി തോറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 ക്ലബ്ബുകളും നമ്മളെ ക്രോസ് ചെയ്ത് മുമ്പോട്ട് പോകും. റെലിഗേഷൻ ഫൈറ്റിൽ സ്പേഴ്സ് ഉണ്ടാവും. ഇനി മത്സരങ്ങൾ ജയിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. വലിയൊരു ചാൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം ഒരു മാച്ച് പോലും സ്പേഴ്സിന് ഇപ്പോൾ ജയിക്കാൻ പറ്റുന്നില്ല. ഫുള്ളാമിനെതിരെ പരാജയം, ക്രിസ്റ്റൽ പാലസിനെതിരെ പരാജയം, ജയിക്കുമെന്ന് ഉറപ്പിച്ച മാച്ച് പോലും ജയിക്കാൻ പറ്റുന്നില്ല. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇനിയെങ്കിലും ഈ ഒരു മാനേജ്മെന്റിന്റെ പ്രശ്നങ്ങളെപ്പറ്റി ഫാൻസ് അറിയുന്നു വിചാരിക്കുന്നു. ഒന്നും ചെയ്യാനില്ല. കാരണം ചാമ്പ്യൻഷിപ്പ് പോയിട്ട് തിരിച്ചു വരിക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം റവന്യൂ ഉണ്ടാവത്തില്ല, പ്ലേയേഴ്സ് നിൽക്കത്തില്ല. പുതിയ പ്ലേയേഴ്സിനൊക്കെ കൊണ്ടുവന്ന് കോച്ചിനെ കൊണ്ടുവന്ന് കഷ്ടപ്പെട്ട് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. എന്തായാലും നമ്മളെപ്പോലത്തെ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇനി കളി കാണണ്ട എന്നുള്ള ഒരു ആശ്വാസമുണ്ട്. സ്പേഴ്സിന്റെ കളി നമുക്ക് എന്തായാലും ഇനി കാണാൻ പോകുന്നില്ല. ചാമ്പ്യൻഷിപ്പ് പോയിട്ടുണ്ടെങ്കിൽ കളി കാണൽ നിർത്തി നമ്മൾ മറ്റ് ക്ലബിന്റെ കളി മാത്രം കാണുന്ന സിറ്റുവേഷനിലേക്ക് പോകും. എന്നെപ്പോലെ പല ഫാൻസും അത് ഡിസൈഡ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും മറ്റൊന്നും പറയാനില്ല. ഇന്നത്തെ മാച്ചിനെ പറ്റിയിട്ട് നിങ്ങൾ ഹൈലൈറ്റ് നോക്കി മനസ്സിലായിക്കോളൂ. വേറൊന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച്. ബൈ ഫോർ നൗ.